ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് ബഹ്റിനിലെ വിവിധ സ്ഥലങ്ങളിൽ മലയാളികൾക്കായി രാവിലെ ഈദ്ഗാഹുകൾ നടന്നു. ആയിരക്കണക്കിന് പേരാണ് പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് ബഹ്റിനിലെ വിവിധ സ്ഥലങ്ങളിൽ മലയാളികൾക്കായി ഈദ്ഗാഹുകൾ നടന്നു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഹൂറയിലെ ഉമ്മു ഐമൻ സ്കൂളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് അഹമ്മദ് അനസ് മൗലവി നേതൃത്വം നൽകി. നിങ്ങൾ ഇന്നത്തെ ദിവസം ധാരാളം സദഖ ചെയ്യണം, ധാരാളം പുണ്യങ്ങൾ ചെയ്യണം. നിങ്ങൾ അടുത്ത ബന്ധുക്കളെ സന്ദർശിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങൾ പുതുക്കണം. സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ഈദ്ഗാഹ് മനമ കേന്ദ്ര മദ്രസയിൽ നടന്നു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് സുന്നി ഔക്കഫുമായി സഹകരിച്ച് ഇസ ടൗൺ ഇന്ത്യൻ സ്കൂളിൽ ഈദ്ഗാഹ് നടത്തി. പി മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി. ബഹ്റിനിൽ നിന്നും സേദ്രാജ് കടകൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റിൻ കേരളീയ സമാജം ബാലകലോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൂര്യ കൃഷ്ണമൂർത്തി സമ്മാനദാനം നിർവഹിച്ചു. ശ്രുതി മുരളീധരൻ കലാതിലകവും ശിവഹരി വർമ്മ കലാപ്രതിഭയുമായി. 45 ദിവസം നീണ്ടുനിന്ന മത്സരങ്ങളിൽ 144 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. രചനാ മത്സരത്തിലെ മികവിന് അമീഷ ദേവൻ സാഹിത്യരത്നവും, നൃത്ത ഇനങ്ങളിലെ മികവിന് ആര്യലക്ഷ്മി നാട്യരത്നവുമായി. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൌസ് നടന്നു. ഇന്ത്യൻ സ്ഥാനപതി മോഹൻകുമാർ, ഫസ്റ്റ് സെക്രട്ടറി അജയ്കുമാർ, നിർമ്മൽ ചൌധരി, എംബസി ലീഗൽ സെൽ അംഗം മഹാജാബിർ എന്നിവർ പങ്കെടുത്തു. പാസ്പോർട്ട് പിടിച്ചുവയ്ക്കൽ, മർദ്ദനം, ശമ്പളം നൽകാതിരിക്കൽ എന്നിവ സംബന്ധിച്ചായിരുന്നു പരാതികളേറെ. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ, ഇന്ത്യ, സൗദി എന്നീ രാജ്യങ്ങളിലെ 13ഓളം സ്കൂളുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ ടൗൺ ഇന്ത്യൻ സ്കൂളിലെ ജഷൻമാൽ ഓഡിറ്റോറിയത്തിൽ ഈ മാസം 31 രാവിലെ 10 മുതലാണ് മത്സരം. ദീപാവലി പ്രമാണിച്ച് ദമാസ് ജുവലറി ഒക്ടോബർ 13 മുതൽ 31 വരെ പ്രഖ്യാപിച്ച പ്രതിവാര നറുക്കെടുപ്പ് നടന്നു. ആദ്യ നറുക്കെടുപ്പിൽ വിജയിയായ പഴനിമൂർത്തിക്ക് മനാമ ഗോൾഡ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ മാനേജർ ഗഫൂർ മുഹമ്മദ് 5 തോല സ്വർണ്ണക്കട്ടി സമ്മാനം കൈമാറി. ബഹ്റിനിലെ എഴുത്തുകാരി ഷീജ ജയന്റെ 24 കഥകൾ അടങ്ങിയ സമാഹാരം ഒരു പിൻവിളിയും കാതോർത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സമാജം രാമചന്ദ്രൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ ആദ്യ പ്രതി ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അജയ്കുമാറിന് നൽകി നിർവഹിച്ചു. സീറോ മലബാർ സൊസൈറ്റി ബഹ്റിന്റെ യൂത്ത് ലീഡർഷിപ്പിന്റെ ഉദ്ഘാടനം ട്യൂബ്ലിയിൽ നടന്നു. പി ചാക്കുണി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പരിപാടിയുടെ തുടർ ക്ലാസുകൾ എല്ലാ വെള്ളിയാഴ്ചയും നടക്കും.